ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പം നിങ്ങൾ ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കുഞ്ഞ് സങ്കടമുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു തരാം കേട്ടോ. നവംബർ 1 മുതൽ നവംബർ 27 വരെ 5 നാളുകാർക്ക് ജാതകവശാൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം നിങ്ങളുടെ അടുക്കൽ നേരത്തെ പറയാമെന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ ഓടി വന്നത്. അപ്പോൾ ഇന്ന് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു ഈ വീഡിയോ. അപ്പോൾ നാളെ ആകുമ്പം ചിലപ്പോൾ നിങ്ങളിത് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഈ നാളുകാർ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും നല്ല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ, ഞാൻ ഇന്നുവരെ നിങ്ങളുടെ അടുക്കൽ ആരുടെ അടുക്കലും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. പക്ഷേ ഇത് മാത്രം ഞാൻ പറയുന്നു, നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള ആണുങ്ങളായാലും പെണ്ണുങ്ങൾക്കായാലും ഈ നാളുകാരുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ആൺകുട്ടികളാണേലും അതായത് മുതിർന്നവരായാലും പുറത്തോട്ട് പോകുമ്പോൾ ബൈക്കിൽ പോയാലും കാറിൽ പോയാലും ഇങ്ങേയറ്റ സൈക്കിളിനോ കാൽനടയായാൽ പോലും വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന് കാല് തട്ടി വീണാൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്നും മരണം പോലും സംഭവിക്കാം. പിന്നെ ഈ നാളുകാർക്കുണ്ടല്ലോ അറ്റാക്കിൻ്റെ പ്രോബ്ലമാണ് കൂടുതലും കാണിക്കുന്നത്. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഓർക്കും ഇങ്ങനെ ചങ്കിലൊരു ഇത് വേദന ഇതൊക്കെ പോലെ തോന്നുമ്പോൾ നിങ്ങൾ ഓർക്കും അത് വിശന്നിട്ട ഗ്യാസ് കെട്ടിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാതിരിക്കും. ഞാൻ ഈ പറയുന്ന നാളുകാർക്ക് കൈക്ക് കട്ടുകഴപ്പോ ഒരു ശാരീരികമായ അസ്വസ്ഥതയോ ചങ്കിനൊരു വേദനയോ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ആശുപത്രിയിൽ പോകാൻ ശ്രമിക്കണം കേട്ടോ. ശ്രമിക്കണമെന്നല്ല, നിങ്ങൾ പോയിരിക്കണം. ഈ നാളുകാർക്ക് അറ്റാക്കിൻ്റെ പ്രശ്നവും ആക്സിഡൻറ്റ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലമാണ് കാണുന്നത്. നാളുകാരാരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് ആണുങ്ങളും പെടും പെണ്ണുങ്ങളും. സ്ത്രീകൾക്ക് കൂടുതലും കാണുന്നത് പൊള്ളലേറ്റുള്ള പ്രശ്നങ്ങളാണ് കാണുന്നത്. അതിലേറ്റവും കൂടുതൽ കുക്കർ സംബന്ധിച്ച്, അതായത് നമ്മൾ ഓഫീസിലൊക്കെ പോകേണ്ടവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ നമ്മൾ എളുപ്പം കുക്കറിലൊക്കെ പാചകം ചെയ്ത് വെച്ചിട്ട് വാങ്ങി വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനോ അത് കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ കുക്കർ വാങ്ങി വെച്ചിട്ട് ഒരുപാട് നേരമായി ഓർത്ത് ഊട്ടിച്ചെന്നിങ്ങനെ വലിച്ച് എന്ന് അടപ്പങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ എന്താ പറ്റുന്നത്, ഏറൊന്നും പോയി കാണില്ല. അപ്പോഴിത് അടിച്ചുകൊണ്ട് നമ്മുടെ മേലെല്ലാം പൊള്ളി, നമ്മുടെ കണ്ണും മുഖവും എല്ലാം പൊള്ളി, നല്ലപ്പം നമ്മുടെ ജീവൻ പോലും അപകടത്തിലാണ്. പിന്നെ ചിലരുണ്ട് ഷോൾ ഇങ്ങനെ വാരി വലിച്ച് അങ്ങോട്ട് ഇട്ടേച്ചിന് കുനിഞ്ഞ് എന്ന് വെച്ചിട്ട് അടുപ്പിൽ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അതിന് കയറി തീ പിടിക്കുക. അതല്ലേ കഞ്ഞി വാർത്തിടുമ്പം കയ്യിൽ ദേഹത്തും പൊള്ളലേക്കാം. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പൊള്ളലിൻ്റെ പ്രശ്നമാണ് കാണുന്നത്. പിന്നെ ഈ നാളുകാർക്ക് പിന്നെ നമ്മൾ മനസ്സിലോർക്കാത്ത അപവാദങ്ങൾ ആൾക്കാർ പറഞ്ഞുണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഈ നാളുകാർ സ്ത്രീകൾക്ക് കൂടുതലാണ്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കാര്യം കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പം നമുക്ക് ആ നാളുകാർ ആരൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ആദ്യത്തെ നാൾ ഭരണി, മകം, അത്തം, ചതയം, പിന്നെ ഉത്രം. ഈ 5 നാളുകാർക്ക് വളരെ ദോഷകരമായ സമയമായത്. ഇവരിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവരെയും കൊണ്ടേ പോകത്തുള്ളൂ. ഈ വരുന്ന 1 മുതൽ 27 വരെ, അതായത് ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 27 വരെ ഈ 27 ദിവസം നമുക്ക് വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കരുതോ. നമുക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിക്കണം. അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ജീവിച്ച് ചേർത്തിട്ട് ഒരു പ്രയോജനമില്ല. അപ്പം നിങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോഴും യാത്രയിലും എല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ആണുങ്ങളുടെ കാര്യമായിട്ട് ഈ പറയുന്നത്, വീട്ടിലുള്ള കുടുംബത്തിലെ ആൺപിള്ളേരായാലും നമ്മുടെ കുടുംബനാഥനായാലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആ രീതിയിൽ ഒരു 7:30 കഴിഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാളിലുള്ളവർ പുറത്തോട്ടിറങ്ങി പോകാൻ നിങ്ങൾ ഇടയാകണ്ട. കാരണം അത് ചിലപ്പോൾ ഒരു അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ഒരു കൂട്ടിന് വിളിക്കുന്നതായിരിക്കും. ആ വിളിച്ചുകൊണ്ട് പോകുന്നവൻ രക്ഷപ്പെടും, നിങ്ങൾ പോകും. അതുകൊണ്ട് ഈ 5 നാളുകാരും ഈ 27 ദിവസം ഒന്ന് ശ്രദ്ധിച്ചാലും നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ ജോലിക്കാരോടാണേലും പ്രത്യേകം പറയാം, അടുക്കളയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക, കുക്കർ തുറക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതെൻ്റെ ഒരു അപേക്ഷയായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ വളരെയധികം വിഷമത്തോടെയാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത് ഇപ്പോൾ ഈ സന്ധിക്ക് വന്ന്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാനും ശ്രമിക്കണം. ഈ 5 നാളുകാർ വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കേ.